പാട്ട് കേട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്തതാർക്കാണ്. പക്ഷെ ചില നേരങ്ങളിൽ ഓഫീസിൽ നിന്ന് വൈകി ഇറങ്ങി വീട്ടിലെത്താൻ ഓടുമ്പോൾ, തലവേദനിച്ചിട്ട് കണ്ണു കാണാതിരിക്കുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട് ഈ ബസ് എന്താ ഇഴഞ്ഞാണോ പോകുന്നതെന്ന് തോന്നുമ്പോൾ ഒക്കെ ഇതേ പാട്ടുണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ല. പോരാത്തതിന് പാട്ടിന്റെ ഒച്ച കൂടി ഡ്രൈവർക്ക് പുറകിലെ വാഹനത്തിന്റെ ഹോണടിയോ യാത്രക്കാരുടെ ആവശ്യങ്ങളോ ഒന്നും കേൾക്കാൻ കഴിയില്ല എന്നത് മറ്റൊരു സങ്കീർണ പ്രശ്നം. പാട്ടു കേൾക്കാൻ ആഗ്രഹമുള്ളവർ സ്വന്തം ഫോണിലോ മറ്റോ കേൾക്കട്ടെ, അല്ലാതെ ഡ്രൈവറിന്റെ ശ്രദ്ധ തിരിക്കുന്ന പോലെയുള്ള ഇത്തരം രീതികൾ ഇനി വേണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് റോഡ് ഗതാഗത സുരക്ഷാ അതോറിറ്റി. സ്വകാര്യ ബസ്സുകളിലെ പാട്ടുപെട്ടി ഇനി പൂട്ടിവെക്കേണ്ടി വരും. ഓഡിയോ വീഡിയോ സംവിധാനങ്ങൾ എടുത്തുമാറ്റാൻ ബസ്സുടമകൾക്ക് കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO നൽകിയ 2 ദിവസത്തെ സമയപരിധി ഇന്ന് തീരും. അനുസരിച്ചില്ല എങ്കിൽ 10,000 രൂപ വരെയുള്ള പിഴയും ഫിറ്റ്നസ് റദ്ദാക്കലുമടക്കം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഇതോടുകൂടി പ്രൈവറ്റ് ബസ്സിലെ പാട്ടുപെട്ടിക്ക് അവസാനമായി.